ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. ഈ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് തന്നെ എത്ര നാളായി. ഞാൻ കുറച്ച് ബ്രേക്കിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിന് കാരണം ഈ ഒരു ബ്രേക്ക് എടുത്ത സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനും അത് അപ്ലോഡ് ചെയ്യാനും ഒന്നും പറ്റാതിരുന്നത്. അപ്പം ഇനി നമുക്ക് വീഡിയോസ് എല്ലാം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. പിന്നെ ഈ ഒരു ബ്രേക്ക് എടുത്ത പീരീഡിൽ കുറച്ച് പേര് എന്താണ് വീഡിയോസ് ചെയ്യാത്തത് എൻ്റെ അടുത്ത് വന്ന് തിരക്കി, എൻ്റെ അടുത്തും എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ വന്ന് തിരക്കി. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേര്, നമുക്ക് വിരലിലുണ്ടാവുന്ന കുറച്ച് പേര് തിരക്കിയുള്ളൂ. പക്ഷേ എനിക്കത് മതി. അത്രയും പേരെങ്കിലും അറ്റ്ലീസ്റ്റ് തിരക്കിയല്ലോ ഞാൻ എവിടെയാണ്, എന്തുകൊണ്ടാണ് വീഡിയോസ് വരാത്തത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു സപ്പോർട്ടും ബ്ലെസ്സിങ്ങും സ്നേഹവും എല്ലാം ഇനിയുള്ള വീഡിയോസിലും എൻ്റെ കൂടെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലോട്ട് പോകാം. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് കുറച്ച് നേരം ഇരിക്കും. എന്തുകൊണ്ടാണ് ബ്രേക്ക് എടുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പിന്നെ പറയാം. അപ്പം ഈ വീഡിയോ നമുക്ക് കുറച്ച് ആ ബ്രേക്കിന് ശേഷം വരുന്നതുകൊണ്ട് ഒരു ചെറിയ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് നമ്മൾ പോയി സെലക്ട് ചെയ്തെടുക്കുന്നത് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ആക്കാൻ നിങ്ങൾ തുടക്കം മുതൽ ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമേ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെ പോയിന്റ്സ് ആണ് നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലോട്ട് പോകാം. എല്ലാത്തിനും മുമ്പേ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുള്ളതാണ്. ഫൗണ്ടേഷൻ നമ്മൾ ഒരിക്കലും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമേ അല്ല. നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വെളുത്തിരിക്കണം, നിങ്ങൾ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബ്രൈറ്റ് ഭയങ്കരമായിട്ട് വെളുത്തിരിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫൗണ്ടേഷൻ ഒരിക്കലും പോയി സെലക്ട് ചെയ്യരുത്. ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഭവം എപ്പോഴും നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ടോണിന് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാനുള്ളൊരു സംഭവമാണ്. അതെന്നുണ്ടെങ്കിൽ ആ ഒരു ഒന്നുകൂടി ഒരു നമ്മുടെ മുഖത്തിനൊന്ന് ഈവൻ ടോൺ ആക്കി കാണിക്കാനുള്ള ഒരു സംഭവമാണ്. അത് ഈവൻ ടോൺ ആക്കി പ്രസന്റ് ചെയ്യാനായിട്ട്. പെർമനന്റ് ആയിട്ട് ഈവൻ ടോൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്കിൻ കെയർ ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് ടെമ്പററി നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ഈവൻ ടോൺ ആക്കി കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ ആ ഒരു ഫൗണ്ടേഷൻ ഒരിക്കലും നമ്മളെ വെളുപ്പിക്കാനുള്ള സംഭവമേ അല്ല. അപ്പൊ അതുകൊണ്ട് ഫൗണ്ടേഷൻ വാങ്ങുമ്പോൾ ഒരിക്കലും നിങ്ങളെക്കാളും ഭയങ്കര ലൈറ്റ് ഷെയ്ഡുള്ള ഫൗണ്ടേഷനും ഭയങ്കര ഡാർക്ക് ഷെയ്ഡുള്ള ഫൗണ്ടേഷൻ നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. നിങ്ങളുടെ സ്കിൻ ടോണിന് എക്സാക്ട് മാച്ച് ആവുന്ന ഷെയ്ഡിന്റെ ഒന്നോ രണ്ടോ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് നിങ്ങൾക്ക് വാങ്ങിക്കാം. അതെന്താണെന്നുണ്ടെങ്കിലും ഓക്സിഡൈസ്ഡ് ആവും. അതായത് ഓക്സിഡൈസ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ആ ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ഉള്ള കളറിനെക്കാളും കുറച്ചും കൂടി ഒരു 2 ഷെയ്ഡെങ്കിലും ഡാർക്കർ ആവും നമ്മളിപ്പം ആ മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു പൊടിക്ക് ലൈറ്റ് ഷെയ്ഡ്, നിങ്ങളുടെ സ്കിൻ ടോണിനേക്കാൾ ഒരു പൊടിക്ക് ലൈറ്റ് ഷെയ്ഡ് വാങ്ങിച്ചത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ എപ്പോഴും വാങ്ങിക്കേണ്ടത്. അല്ലാതെ ഒരുപാട് ലൈറ്റ് ഷെയ്ഡ് ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് വാങ്ങിക്കരുത്. ഒരുപാട് ലൈറ്റ് ഷെയ്ഡ് വാങ്ങിച്ചാൽ നിങ്ങളുടെ സ്കിൻ ഒരുമാതിരി ആഷ് കളറിൽ നമുക്ക് തോന്നും. അതായത് നമ്മൾ എന്തോ മുഖത്ത് ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ നമുക്ക് കാണുന്നവർക്കാണെങ്കിലും വരും. അതുപോലെ തന്നെ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് വാങ്ങിച്ചാൽ നിങ്ങളുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് തോന്നിക്കും. ഇതിന്റെ രണ്ടിന്റെയും കറക്റ്റ് നടക്കുന്നത് നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന കറക്റ്റ് ഷെയ്ഡിനെ നോക്കി വാങ്ങിക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് അതെന്താണെങ്കിലും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്കിൻ ടോൺ ഏതാണെന്നുള്ളതാണ്. അപ്പം സ്കിൻ ടോൺ എന്ന് പറയുമ്പോൾ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ് സ്കിൻ ടോൺ ആണ്, സെക്കൻഡ് എന്ന് പറയുന്നത് മീഡിയം സ്കിൻ ടോൺ ആണ്, ലാസ്റ്റ് എന്ന് പറയുന്നത് ഡീപ്പ് സ്കിൻ ടോൺ ആണ്. അപ്പം ഈ 3 സ്കിൻ ടോൺ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം. ഫസ്റ്റ് ലൈറ്റ് സ്കിൻ ടോൺ എന്ന് പറയുമ്പോഴത്തേക്കും അത് കൂടുതലും നമ്മൾ ഇവിടെ ഉള്ളവർക്ക് ആർക്കും അത് ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. വളരെ ചുരുക്കം പേർക്ക് ഉണ്ടാകത്തുള്ളൂ. കാരണം അത് കൂടുതലും ഈ പറഞ്ഞിരിക്കുന്ന വേറെ കൺട്രീസിലുള്ള ആൾക്കാർക്കൊക്കെയാണ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കാരണം അത്രയ്ക്ക് ലൈറ്റ്, ഇപ്പം നമ്മളെ ഇവിടെ ഉള്ളതൊന്നും ലൈറ്റ് അല്ല. സത്യം പറഞ്ഞാൽ നല്ല ലൈറ്റ് ആയിട്ടുള്ള മറ്റേ എക്സാക്ട് വൈറ്റ് കളറിലൊക്കെ ഉള്ള അങ്ങനെയൊക്കെ പോലുള്ള ഷെയ്ഡുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെയാണ് കൂടുതലും ലൈറ്റ് കളർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ലൈറ്റ് ഷെയ്ഡ് ഫൗണ്ടേഷൻ ഇവിടെ ഉള്ളവർക്ക് മിക്കവർക്കും മാച്ച് ആവാനായിട്ട് ചാൻസ് ഇല്ല. എന്നാലും ചിലർക്ക് 2-3 പേരൊക്കെ, ചിലപ്പോൾ 2-3 പേരല്ല, എന്നാലും കുറച്ച് വിരലുണ്ടാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ കാണും ചിലപ്പോൾ അത്രയും ഷെയ്ഡ് മാച്ച് ആവുന്നവർ. എന്നാണെങ്കിലും നമ്മൾ ഇവിടെ കൂടുതൽ ആൾക്കാർക്കും ലൈറ്റ് ഷെയ്ഡ് മാച്ച് ആവുന്നവരല്ല. അതിനുശേഷം പിന്നെ വരുന്നതാണ് ഈ പറഞ്ഞേക്കുന്ന മീഡിയം. അപ്പം ഈ മീഡിയം സ്കിൻ ടോണിലെ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു വീറ്റ് ഷെയ്ഡാണ്. അപ്പൊ നമ്മൾ പറയത്തില്ലേ ഗോതമ്പിന്റെ കളർ എന്നൊക്കെ പറയത്തില്ലേ, അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ വീറ്റ് ഷെയ്ഡ്. അപ്പം അവർക്ക് ഈ മീഡിയത്തിന്റെ ഫസ്റ്റ് കാറ്റഗറി വരുന്ന ഷെയ്ഡ്സ് കുറച്ചും കൂടെ മാച്ച് ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പം ആ കൂടുതലും എനിക്കൊന്ന് നോർത്ത് ഇന്ത്യൻസിനൊക്കെ ആയിരിക്കും ആ ഒരു കളർ കൂടുതലും വരാൻ സാധ്യതയുള്ളത്. ഈ മീഡിയത്തിന്റെ സെക്കൻഡ് കാറ്റഗറിയും ഈ പറഞ്ഞിരിക്കുന്ന ഡീപ്പിന്റെ ഫസ്റ്റ് കാറ്റഗറി, ഈ 2 കാറ്റഗറിയിൽ വരുന്ന ഷെയ്ഡ്സ് ആയിരിക്കും കൂടുതലും ഈ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് മാച്ച് ആയി പോകുന്നത്. അപ്പം അതായത് നമ്മുടെ എല്ലാവരുടെ സ്കിൻ ടോൺ മാച്ച് ആയി പോകുന്നത് കൂടുതലും ആ ഒരു ഷെയ്ഡ്സ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഡീപ്പിനകത്തുള്ള ലാസ്റ്റ് ആണ് നല്ല ഡീപ്പായിട്ടുള്ള നല്ല ഡാർക്ക് സ്കിൻ ഉള്ള ആൾക്കാർക്ക് ചേരുന്ന ഫൗണ്ടേഷൻസ്. അത് ആ കാറ്റഗറിയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഈ ഒരു മീഡിയം എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മീഡിയം കാറ്റഗറിയുടെ ലാസ്റ്റ് ഷെയ്ഡും പിന്നെ ഈ ഡീപ്പ് കാറ്റഗറിയുടെ ഫസ്റ്റ് ഷെയ്ഡിലെ ഫസ്റ്റ് കാറ്റഗറി, ഈ 2 കാറ്റഗറിയിലുള്ള ഫൗണ്ടേഷൻസ് ആയിരിക്കും ഈ കൂടുതലും മാച്ച് ആവുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ എല്ലാ ബ്രാൻഡിന്റെയും ഫൗണ്ടേഷൻസിനകത്ത് അവരിങ്ങനെ ഒരു ഷെയ്ഡിന്റെ ലിസ്റ്റ് തന്നിരിക്കും. സോ ആ ലിസ്റ്റിനകത്ത് നമ്മൾക്കിങ്ങനെ ലൈറ്റ്, മീഡിയം, ഡീപ്പ് എന്ന് പറഞ്ഞാൽ അവർ 2 കാറ്റഗറൈസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പം അതിൽ നമുക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മീഡിയത്തിന്റെ ഒരു ലാസ്റ്റ് കാറ്റഗറി അതേപോലെ ഡീപ്പിന്റെ ഒരു ഫസ്റ്റ് കാറ്റഗറി ഷെയ്ഡ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മാച്ച് ആയിട്ടുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ്
വേണ്ടി നമ്മുടെ സ്കിൻ ടോൺ മനസ്സിലാക്കുന്നുള്ളൂ. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ സ്കിൻ ടോൺ വരുന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം അതനുസരിച്ച് നമുക്ക് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ആണ് അണ്ടർടോൺ. അണ്ടർടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റിസ്റ്റിന്റെ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് കുറച്ച് ഞരമ്പുകളുണ്ട്. ആ ഞരമ്പ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇപ്പം ക്യാമറ കൂടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നമ്മളിങ്ങനെ സ്വന്തമായിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ അവിടുത്തെ ഞരമ്പുകൾ ഏത് കളറാണെന്ന്. അപ്പം ഈ ഒരു സൈഡിലെ ഞരമ്പുകൾ ഗ്രീൻ കളർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അണ്ടർടോൺ എന്ന് പറയുന്നത് വോം അണ്ടർടോൺ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലെ കളർ എന്ന് പറയുന്നത് പേർപ്പിൾ അല്ലെങ്കിൽ ബ്ലൂ ഷെയ്ഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അണ്ടർടോൺ എന്ന് പറയുന്നത് കൂൾ അണ്ടർടോൺ ആയിരിക്കും. ഇനി ഇത് രണ്ടും ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചില സ്ഥലങ്ങളിൽ പേർപ്പിളോ അല്ലെങ്കിൽ ബ്ലൂ പോലെ തോന്നുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ന്യൂട്രൽ അണ്ടർടോൺ ആണെന്നുള്ളത്. അപ്പം ഇവിടെ കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും കൂടുതൽ പേർക്കും, എന്നാലും നമ്മളിപ്പം ജനറലൈസ് ചെയ്ത് പറയല്ല, കൂടുതൽ പേർക്കും എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ വോം അണ്ടർടോൺ അല്ലെങ്കിൽ ന്യൂട്രൽ അണ്ടർടോൺ ആയിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. കാരണം ഇപ്പോൾ നമ്മുടെ മുഖം തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു മഞ്ഞ ഷെയ്ഡ് പോലെ ഇരിക്കുന്നൊക്കെയാണെങ്കിൽ കൂടുതലും ഒരു വോം അണ്ടർടോൺ ആയിരിക്കും. അപ്പം അത് തന്നെ അല്ലാതെ ഒരു റെഡ് ഷെയ്ഡൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒരു കൂൾ അണ്ടർടോൺ ആയിരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ അണ്ടർടോൺ മനസ്സിലാക്കുന്നത്. അണ്ടർടോൺ മെയിൻ ആയിട്ട് നമ്മൾ ഈ ബേസിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പം ഈ ഒരു ഗ്രീൻ കളർ ആണ് നിങ്ങളുടെ അണ്ടർടോൺ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വെയിൻ്റെ കളർ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും ഒരു യെല്ലോ കളർ ഷെയ്ഡ് വരുന്ന പോലത്തെ ഫൗണ്ടേഷൻ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും മാച്ച് ആവുക. കൂടുതലും അതായത് ഞാനിതും കൂടുതലും എന്ന് പറഞ്ഞാൽ എക്സാക്ട് മാച്ച് ചെയ്യണമെന്നല്ല, എന്താണെന്നുണ്ടെങ്കിലും ഈ അണ്ടർടോൺ നിങ്ങൾ നോക്കാം. അണ്ടർടോണിന് വേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം പല ബ്രാൻഡിന്റെയും ഷെയ്ഡ് നിങ്ങൾ ഓൺലൈനായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് പോയി വാങ്ങാൻ നോക്കുമ്പോഴും അതിനകത്ത് നമ്മളിപ്പം ഫസ്റ്റ് മനസ്സിലാക്കിയല്ലോ ലൈറ്റ് കാറ്റഗറി ആണോ, മീഡിയം കാറ്റഗറി ആണോ, ഡീപ്പ് കാറ്റഗറി ആണോ എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ മീഡിയം കാറ്റഗറി ആണെന്ന് വിചാരിക്കാം. മീഡിയം കാറ്റഗറി തന്നെ വേറെ കുറേ ഷെയ്ഡ്സിന്റെ പേരുകൾ ഇങ്ങനെ ആയിരിക്കും. അതായത് ഇപ്പം വോം കാരമൽ അല്ലെങ്കിൽ ഇപ്പം കൂൾ സിനമൺ എന്നൊക്കെ ആയിരിക്കും ഷെയ്ഡ്സ്. അപ്പം നമുക്ക് മനസ്സിലാക്കും ഈ വോം എന്ന് പറയുമ്പോൾ അത് വോം അണ്ടർടോൺ ഉള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്, കൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൂൾ അണ്ടർടോൺ ഉള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനും ഈ ഒരു അണ്ടർടോൺ മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കും. മിക്ക ഷെയ്ഡ്സിന്റെ പേര് തുടങ്ങുന്നത് തന്നെ ആ ഒരു വേർഡ് വെച്ചിട്ടായിരിക്കും. അപ്പം ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ടിൽ വെച്ചേക്കാം. അപ്പം നിങ്ങളുടെ സ്കിൻ ടോൺ മനസ്സിലായി, അണ്ടർടോൺ മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അപ്പം നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഫൗണ്ടേഷൻ ഷെയ്ഡ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഓഫ്ലൈൻ ആയിട്ട് പോയി നമ്മൾ ഫൗണ്ടേഷൻ വാങ്ങിക്കാനാണ്. കാരണം എനിക്ക് ഓൺലൈനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഫൗണ്ടേഷൻ കറക്റ്റ് ഷെയ്ഡ് ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടാറില്ല. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ കുറ്റമല്ലാതെ ഇപ്പം നമ്മളിപ്പം വലിയ ഇൻഫ്ലുവൻസസിന്റെ കാര്യം പറഞ്ഞാൽ പോലും അവർക്ക് പോലും കറക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഓൺലൈനായിട്ട് കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ബ്രാൻഡിന്റെ ഒരു ഷെയ്ഡ് ആയിരിക്കും നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ വേറൊരു ബ്രാൻഡിന്റെ ആ ഒരു സെയിം നെയിമായിട്ട് ഒരു സിമിലാരിറ്റി വരുന്ന ഒരു ഫൗണ്ടേഷൻ നമ്മൾ നോക്കി എടുത്തു കഴിഞ്ഞാൽ പോലും അത് കറക്റ്റ് ആയിട്ട് വരണമെന്നൊന്നുമില്ല. കാരണം പല ബ്രാൻഡ്സിനും പല പേരായിരിക്കും, നമുക്ക് അറിയാൻ പറ്റില്ല ഏതൊക്കെ രീതിയിലാണ് ഈ ഫൗണ്ടേഷൻ ഇവിടെ വരിക എന്നുള്ളത്. ഷെയ്ഡ് ഒരിക്കലും നമുക്ക് കറക്റ്റ് മാച്ച് ഓൺലൈൻ കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. അപ്പം ഓഫ്ലൈനായിട്ട് പോയി എടുക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ ഓഫ്ലൈനായിട്ടാണ് പോയി എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ ഒരു രീതിയാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്തത്. പക്ഷേ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നോക്കിയിട്ട് പോകാം, നിങ്ങളുടെ ഷെയ്ഡ് ഏകദേശം ഏതായിരിക്കും ഓൺലൈനിൽ നോക്കിയിട്ട് പോകാം. അപ്പം അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നോക്കണമെന്ന്. സോ ഫസ്റ്റ് നമ്മൾ ആദ്യം ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ സൈറ്റ് എടുക്കുക. ഞാനിപ്പോൾ ലാക്മേയുടെ ഫൗണ്ടേഷൻസിന്റെ ഷെയ്ഡ് ഉള്ളൊരു സൈറ്റ് എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനകത്ത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഷെയ്ഡ് മാച്ചിന്റെ ഒരു പേജ് കാണും. അപ്പം അത് നമ്മൾ എടുക്കാം. അത് എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ അറിയാൻ പറ്റും. ഇവിടെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ലൈറ്റ്, മീഡിയം, പിന്നെ ഡാർക്ക്, ഇങ്ങനെ 3 ഷെയ്ഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ ലൈറ്റ് ഷെയ്ഡ് അല്ല നമുക്കറിയാം. അപ്പം അതായത് ഞാനിപ്പോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് പറയുകയാണ്. ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡ് അല്ല, അത് രണ്ട് മീഡിയത്തിന്റെ ഒരു ലാസ്റ്റ് വരുന്ന ഷെയ്ഡും ഈ മീഡിയത്തിന്റെ ലാസ്റ്റ് വരുന്ന ഈ 2 ഷെയ്ഡ്സ് ഉണ്ടല്ലോ, ഇതും പിന്നെ അതേപോലെ ഡാർക്കിന്റെ ഫസ്റ്റ് വരുന്ന ഷെയ്ഡ്സും. അപ്പം ഈ പറഞ്ഞേക്കുന്ന ഷെയ്ഡ്സിൽ ഏതെങ്കിലും ആയിരിക്കും എനിക്ക് മാച്ച് ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ നോക്കാം. അപ്പം അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതിനകത്ത് നോക്കുന്ന ഒന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു ന്യൂട്രൽ ന്യൂഡ്, അല്ലെങ്കിൽ ന്യൂട്രൽ മീഡിയം, ന്യൂട്രൽ ആൽമണ്ട്, ന്യൂട്രൽ ചെസ്നട്ട്, പിന്നെ വോം കാരമൽ, കൂൾ ടാൻ. അപ്പം ഈ ഷെയ്ഡ്സിൽ ഏതെങ്കിലും ആയിരിക്കും എനിക്ക് മാച്ച് ആയിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാവും. ഇനി അതിനകത്ത് നമ്മൾ ഓരോ ഷെയ്ഡ്സ് എടുത്ത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പം നമുക്ക് ഓരോ ഷെയ്ഡ്സ് എടുത്ത് നോക്കിയിട്ട് അത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫേസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ഏത് ഷെയ്ഡായിരിക്കും മാച്ച് എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ അതിനകത്ത് ഓരോ ഷെയ്ഡ്സ് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഷെയ്ഡ് മാച്ചുകൾ ഇങ്ങനെ വന്നു. കണ്ടോ, ഇവിടെ നമുക്ക് ഷെയ്ഡിന്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിന് ഓരോ ഷെയ്ഡ് എടുത്ത് നോക്കാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഷെയ്ഡ്സ് വരുന്ന എടുത്ത് നോക്കാം. ന്യൂട്രൽ ചെസ്നട്ട് നമ്മൾ അതിൽ പറഞ്ഞൊരു ഷെയ്ഡായിരുന്നു, നമുക്ക് നോക്കാം. ഇതാണ് ആ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഷെയ്ഡാണ്. അപ്പോൾ ഇത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം എനിക്ക് മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷേ എൻ്റെ മുഖം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റോസ് കൈൻഡ് ഓഫ് വരുന്നൊരു രീതിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ മാച്ച് ആവാനായിട്ട് ചാൻസ് ഇല്ല. നമുക്ക് എന്തായാലും നോക്കാം. അപ്പം എനിക്ക് തോന്നുന്നത് ഇതിന് റോസ് എൻ്റെ മുഖം കുറച്ചുകൂടി ഒന്ന് ആഷ് ആക്കി കാണിക്കുന്ന പോലൊരു ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. ന്യൂട്രൽ ന്യൂഡ്.
ഓക്കെ, ന്യൂട്രൽ നൂഡ് എന്ന് പറയുന്ന ഷെയ്ഡാണിത്. അപ്പം ഈ ഒരു ക്യാമറയെ കാണുമ്പോൾ എല്ലാ ഷെയ്ഡും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് തോന്നുന്നത്. എന്താണെങ്കിലും കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കുക, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് ഇവിടുത്തെ ലൈറ്റൊക്കെ വെച്ചിരിക്കുന്നതാണ് ഈ പല പല ഷെയ്ഡ്സും ഒരേപോലെ തോന്നിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കുക. വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷെയ്ഡിന് മാച്ച് ആവുന്ന ഏതാണെന്ന് നോക്കി നമ്മൾ ഓരോന്നൊക്കെ സെലക്ട് ചെയ്യാം. ഇതും ഏകദേശം എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഏകദേശം കറക്റ്റ് ആണ്. പക്ഷെ എന്നാണെങ്കിലും ഒരു റോസ് കൈൻഡ് ഓഫ് ഷെയ്ഡ് വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത് നോക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം എടുത്ത് നോക്കി കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് അടുത്ത് നോക്കാം. നമുക്ക് വോം കാരമൽ നോക്കാം. ഓക്കെ, ഇതാണ് വോം കാരമൽ എന്നുള്ള ഷെയ്ഡ്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമുക്കൊരു യെല്ലോ ഷെയ്ഡ് വരുന്നൊരു ഇതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവായിരിക്കും, കുറച്ചൊരു യെല്ലോ കളർ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇത് നമുക്കൊരു ഓപ്ഷനായിട്ട് വെക്കാം. ഇതൊരു യെല്ലോ ഷെയ്ഡാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊരു ഓപ്ഷനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഓരോ ഫൗണ്ടേഷൻ ഷെയ്ഡ് നമ്മുടെ മുഖമായിട്ട് മാച്ച് ചെയ്ത് വെച്ച് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കാം ഏതായിരിക്കും നമ്മുടെ എക്സാക്ട് നല്ല ഏകദേശം ഒരു മാച്ച് ഷെയ്ഡ് നമ്മൾ നോക്കി വെക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഓഫ്ലൈനായിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ബ്ലൈൻഡ് ആയിട്ട് പോയി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കറിയാം ഏകദേശം നമ്മുടെ ഷെയ്ഡ് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ അതിൻ്റെ പേരും ഏകദേശം ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് സെലക്ട് ചെയ്യാൻ നേരത്തും അവരോട് പറയാനും അവർ പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇതിനാണ് ഈ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഓഫ്ലൈനായിട്ട് പോയി പർച്ചേസ് ചെയ്യാം. അല്ലാതെ ഓൺലൈനായിട്ട് ഈ ഷെയ്ഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എത്രത്തോളം അത് കറക്റ്റായിട്ട് വരും എന്നുള്ളത്. ഓഫ്ലൈനായിട്ട് പോയിട്ട് നമ്മൾ ഇട്ട് നോക്കി തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡിന് ഇട്ട് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതൊക്കെ നമുക്ക് മാച്ച് ആവുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 5-6 ഷെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് എങ്ങനെയാണ് നമ്മൾ ഓഫ്ലൈനായിട്ട് പോയി ട്രയൽ ചെയ്തിട്ട് ഓക്കെ ആണോ, നമ്മുടെ സ്കിന്നുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ സ്വാച്ച് ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കടയിൽ പോയിട്ട് ഒരിക്കലും ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് കണ്ടിട്ട് അത് ഓക്കെ ആണെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് വരരുത്. ആ ഷെയ്ഡ് എപ്പോഴും നമ്മൾ സ്വാച്ച് ചെയ്ത് നോക്കി നമ്മുടെ സ്കിന്നുമായിട്ട് മാച്ച് ആവുന്ന നോക്കിയിട്ട് മാത്രമേ എടുത്തുകൊണ്ട് വരാവുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ കടകളിൽ പോകുമ്പോൾ ചിലപ്പോൾ അവർ ഇവിടെ ആയിരിക്കും നിങ്ങളെ സ്വാച്ച് ചെയ്ത് നോക്കാൻ സമ്മതിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കടകളിൽ നിന്ന് വാങ്ങരുത്. കാരണം ഇവിടെ സ്വാച്ച് ചെയ്ത് നോക്കി ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയ്ഡായിട്ട് മാച്ച് ആണെന്ന് അറിയാൻ പറ്റില്ല. എപ്പോഴും നിങ്ങൾ ഫേസ് തന്നെ സ്വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഫേസ് സ്വാച്ച് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഫേസിൽ വേറൊന്നും അപ്ലൈ ചെയ്തുകൊണ്ട് പോകരുത്. ഇപ്പം സൺസ്ക്രീനോ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ടിൻഡഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉണ്ടല്ലോ, അത് പിന്നെ അതേപോലെ ഈ BB ക്രീം, CC ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് പോകരുത്. എപ്പോഴാണ് ഈ ഫൗണ്ടേഷൻ ചെക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ അതൊന്നും അപ്ലൈ ചെയ്തുകൊണ്ട് പോകരുത്. ക്ലിയർ ഫേസ് ആയിട്ട് പോകും. എങ്കിൽ മാത്രമേ നമ്മുടെ കറക്റ്റ് ഒരു സ്കിൻ ടോണിന് മാച്ച് ആവുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ആദ്യം ഓൺലൈനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് ഫൗണ്ടേഷൻസിന്റെ ഷെയ്ഡ്സ്. അപ്പം ആ ഷെയ്ഡ്സ് ഒക്കെ അവിടെ കടയിലുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ആ ഷെയ്ഡ്സ് എല്ലാം കുറേ എണ്ണം ഒരു 5-6 എടുത്ത് വെക്കുക. നമ്മുടെ കുറേ ഷെയ്ഡ്സ് ഉണ്ടല്ലോ, അപ്പം അതെടുത്ത് വെച്ചിട്ട് അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഫേസിൽ ട്രൈ ചെയ്യാൻ നേരം ഇവിടം തൊട്ട് ഇങ്ങറ്റം വരെ താഴെ വരെ നിങ്ങൾ ട്രൈ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കറക്റ്റായിട്ട് ഫേസിന് മാച്ച് ആവുമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ഭാഗത്ത് ഇവിടെ മാത്രം ഇങ്ങനെ ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇത്രയും ലെങ്ത്തിൽ സ്വാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഷെയ്ഡ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും സ്വാച്ച് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ 5-6 ഷെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കും കാണുമ്പോഴും മനസ്സിലാവും എനിക്ക് ഏത് ഷെയ്ഡാണ് കറക്റ്റായിട്ട് മാച്ച് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇങ്ങനെ സ്വാച്ച് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഏത് ഷെയ്ഡാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരാൻ പോകുക. ഓക്കെ, അപ്പോൾ ഞാൻ സ്വാച്ച് ചെയ്ത് നോക്കാൻ പോവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്വാച്ച് ചെയ്യുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഷെയ്ഡ് ഉണ്ടല്ലോ, ലാക്മേയുടെ 95 വോം കാരമൽ എന്ന് പറഞ്ഞ ഷെയ്ഡ് നമ്മൾ സെലക്ട് ചെയ്തില്ലായിരുന്നു. അപ്പം ആ ഷെയ്ഡ് തന്നെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് ആദ്യം. അപ്പം നമ്മളിങ്ങനെ കുറച്ചെടുക്കുക, അപ്ലൈ ചെയ്യുക. ഇവിടുന്ന് ഇങ്ങ് അറ്റം വരെ നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. താഴെ വരെ അപ്ലൈ ചെയ്യുക. കണ്ടോ, ഇങ്ങ് അറ്റം വരെ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി അതിനുശേഷം കുറച്ചെടുത്താൽ മതി. നമ്മൾ അടുത്തൊരു ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഇതെന്ന് പറയുന്നത് കൂൾ സിനമൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ലാക്മേയുടെ തന്നെ 95 റേഞ്ചിൽ വരുന്ന കൂൾ സിനമൺ. ഓക്കെ, ഇതെനിക്ക് കറക്റ്റ് ആവാനായിട്ട് സാധ്യതയില്ല, കാരണം ഇതൊരു കൂൾ അണ്ടർടോണിൽ വരുന്നൊരു ഷെയ്ഡാണല്ലോ. നമ്മൾ കുറച്ചെടുക്കുക, എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്വാച്ച് ചെയ്യുക. സ്വാച്ച് ചെയ്ത് ഇങ്ങ് അറ്റം വരെ സ്വാച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ ഓർത്തിരിക്കണം ഏതൊക്കെയാണ് നമ്മൾ എവിടേക്കാണ് സ്വാച്ച് ചെയ്യുന്നത്, കറക്റ്റായിട്ട് ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സ്വാച്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന ഷെയ്ഡാണ് ലോട്ടസിൻ്റെ സോഫ്റ്റ് ബീച്ച് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. കുറച്ചെടുക്കുക, എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ സ്വാച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എനിക്ക് ഈ ഷെയ്ഡാണ് കുറച്ചും കൂടെ എൻ്റെ സ്കിന്നിൻ്റെ കളറുമായിട്ട് ബ്ലെൻഡ് ആയി പോകുന്നത്. കണ്ടോ? ഓക്കെ, സ്വാച്ച് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പം ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ വേറെ 2 ഷെയ്ഡും എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ അറിയാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, ഈ ഒരു ഷെയ്ഡ് ഞാനിവിടെ സ്വാച്ച് ചെയ്യേണ്ടത് എനിക്ക് നല്ല ലൈറ്റ് ഷെയ്ഡാണ്. നിങ്ങൾക്ക് ആ കമ്പാരിസൺ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ. ഓക്കെ, ഇനി നമുക്ക് ഒരു ഷെയ്ഡും കൂടെ ട്രൈ ചെയ്യാം. നമുക്ക് ഇപ്പുറത്തെ സൈഡ് ട്രൈ ചെയ്യാം, അവിടെ ഇനി സ്ഥലമില്ല. ഓക്കെ, ഇവിടെ ട്രൈ ചെയ്യാം. താഴോട്ട് വരെ വരണം കേട്ടോ. ഈ കഴുത്തിൻ്റെ അവിടെയും കൂടെ കറക്റ്റ് ആയാലും നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇത്രയും ഷെയ്ഡ്സ് സ്വാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 minutes വെയിറ്റ് ചെയ്യുക. നിങ്ങൾ കടയിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾ പോവുക. അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ തന്നെ ഒരു 10 minute വെയിറ്റ് ചെയ്യുക. മിനിമം 10 minute, മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഓക്സിഡൈസ്ഡ് ആവും. ഓക്സിഡൈസ്ഡ് ആയതിനു ശേഷം മാത്രമേ ഇതിന് കറക്റ്റ് ഷെയ്ഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഇപ്പം നമ്മുടെ കറക്റ്റ് ഷെയ്ഡായിട്ട് തോന്നുന്നൊരു സംഭവം ഒരു 10 minute കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഒരു ഷെയ്ഡ് ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങരുത്. അപ്പം നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്കും അതിനേക്കാൾ ഒരു പൊടിക്ക് ലൈറ്റ് ഷെയ്ഡ് മാത്രമേ വാങ്ങാവുള്ളൂ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഞാനും 10 minute കഴിഞ്ഞ് വരാം. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം ഏതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡെന്ന്. അപ്പോൾ നമ്മൾ 10 minute കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. എൻ്റെ ഈ ഒരു സൈഡിലെ ഷെയ്ഡ് ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ വോം കാരമൽ എന്ന് പറയുന്ന ഷെയ്ഡ്, ലാക്മേയുടെ. ഇതെനിക്ക് ഒരു മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 10 minute കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റുന്നത് വെച്ചാൽ നമ്മുടെ മുഖത്തിൽ നിന്ന് ഓക്സിഡൈസ്ഡ് ആയിട്ട് ഒരു ഷെയ്ഡ് ഡാർക്കറായി. അപ്പം നമുക്ക് ഇതിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റുന്നത് വെച്ചാൽ നമ്മുടെ മുഖം ഒന്ന് കുറച്ചുകൂടെ ഡള്ളാവും. ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് ഒന്നുള്ള ഒരു ഡാർക്ക് കളറിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഷെയ്ഡ് നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ആൻഡ് അടുത്ത ഷെയ്ഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂൾ സിനമൺ എന്ന് പറയുന്ന ഷെയ്ഡാണ്. എനിക്ക് ഒട്ടും മാച്ച് ആയാലും കണ്ടാലേ അറിയാം നല്ലോണം നമ്മുടെ ഫേസിൽ ഇതിങ്ങനെ എടുത്ത് നിൽക്കും. ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെന്നുള്ള ഇങ്ങനെ എടുത്തറിയാൻ പറ്റുന്ന പോലൊരു ഷെയ്ഡാണ് അത്. അപ്പോൾ അതും എനിക്ക് മാച്ച് അല്ല. ഓക്കെ, നെക്സ്റ്റ് ഷെയ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ലോട്ടസിന്റെ സോഫ്റ്റ് ബീച്ച് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് എനിക്ക് പെർഫെക്റ്റ് മാച്ച് ആണ്. ഇപ്പം നമ്മൾ 10 minutes ഓക്സിഡൈസേഷൻ കഴിഞ്ഞിട്ട് പോലും അത് നമ്മുടെ സ്കിന്നുമായിട്ട് ഒന്നുകൂടെ ചേർന്നിട്ടേ ഉള്ളൂ. അല്ലാതെ അതിങ്ങനെ ഓക്സിഡൈസ്ഡ് ആയിട്ട് പോലും അത് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ എടുത്തറിയുന്നില്ല. അങ്ങനെ ഒരു ഫൗണ്ടേഷൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം എടുത്തറിയുന്നില്ല. അപ്പം ആ ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡാണ് എനിക്ക് മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ്. പിന്നെ നമ്മൾ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഭയങ്കര ലൈറ്റ് ആണ്. ഇത് ഒരിക്കലും എനിക്ക് ഇടാനേ പറ്റത്തില്ല. അത്രയ്ക്ക് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഫൗണ്ടേഷൻ ആണ് ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. ഇവിടെയും നമുക്ക് കറക്റ്റായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ്. അതായത് നല്ല ഡാർക്ക്, ഒരു പൊടിക്ക് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ്. എനിക്ക് വേണമെങ്കിൽ ഇത് ഇതിപ്പോൾ നിങ്ങൾക്ക് ലൈറ്റിൽ കാണുമ്പോൾ മനസ്സിലാവുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് നോക്കുമ്പോൾ അറിയാം ഇതൊരു കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇത് എനിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നൊക്കെ ചെറിയതായിട്ടൊരു കോണ്ടോർ ഇങ്ങനെ മിക്സ് ഒക്കെ ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് കറക്റ്റായിട്ട് ഇതിന് മാച്ച് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. നിങ്ങൾക്ക് ഞാനിത് ഫുൾ ഫേസ് അപ്ലൈ ചെയ്തിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പം ഞാനിതെല്ലാം കഴുകി കളയാൻ വരാം. അപ്പോൾ നിങ്ങൾ നോക്കാൻ നേരത്ത് ഇങ്ങനെ ഒരു 10 minute വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കറക്റ്റ് ഷെയ്ഡാണ് തോന്നിക്കുന്ന ഷെയ്ഡാണെങ്കിൽ പോലും കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ ഓക്സിഡൈസ്ഡ് ആയി കഴിയുമ്പോൾ മാച്ച് ആവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്നുണ്ടെങ്കിലും 10 minute നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു ഷെയ്ഡായിരുന്നു, ലോട്ടസിന്റെ സോഫ്റ്റ് ബീച്ച് എന്നൊരു ഷെയ്ഡായിരുന്നു. എനിക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു യെല്ലോ കളറാണ്. അപ്പം എനിക്ക് യെല്ലോ ഷെയ്ഡ്സ് ആണ് എനിക്ക് കുറച്ചും കൂടെ മാച്ച് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിത് ഒരു സൈഡിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഫേസിന് അത് കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ടെന്നുള്ളത് എനിക്ക് തോന്നി. ഇതിപ്പോൾ എൻ്റെ ഷെയ്ഡിനേക്കാൾ ഒരു പൊടിക്ക് ലൈറ്റ് ഷെയ്ഡാണ്. അതുകൊണ്ടാണ് ഓക്സിഡൈസ്ഡ് ആയതിനു ശേഷവും കറക്റ്റായിട്ട് എൻ്റെ ഫേസിന് മാച്ച് ആയിട്ട് ഇത് വന്നത്. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു സൈഡിൽ മാത്രമേ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. എൻ്റെ സ്കിന്നിന് കറക്റ്റായിട്ട് മാച്ച് ആവുന്ന ഷെയ്ഡുമാണ്. ഇപ്പോൾ ഞാനിപ്പം ഇത് അപ്ലൈ ചെയ്ത് 10 minute കഴിഞ്ഞിട്ടില്ല, അപ്ലൈ ചെയ്ത് ഉടനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാത്തൊരു ഏരിയ, ഇതാണ് അപ്ലൈ ചെയ്ത ഏരിയ. ഒരുപാട് ഡിഫറൻസ് ഒന്നുമില്ല. എന്നാൽ കുറച്ചുകൂടി ഇവിടെ നല്ലോണം ഈവൻ ടോൺ ആയിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. താനും കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 10 minute കഴിയുമ്പോൾ ഇത് നല്ലോണം ഓക്സിഡൈസ് ആയിട്ട് സ്കിന്നിന് മാച്ച് ആവുന്ന ഷെയ്ഡായിട്ട് വരും. അപ്പം ഈ സൈഡുമായിട്ടുള്ള വ്യത്യാസം അറിയില്ല. ഈ സൈഡ് നമുക്ക് കറക്റ്റായിട്ട് അറിയും ഇത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാത്തതാണ്, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതാണ്. എന്നാൽ മുഖത്ത് എന്തോ ഒരുമാതിരി ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു തോന്നലുമില്ല. എന്നാൽ കുറച്ചും കൂടി ഒരു നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ലുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഫൗണ്ടേഷൻ ഷെയ്ഡ് നോക്കി സെലക്ട് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പം ഒരു സൈഡ് ഇട്ടിട്ടുണ്ട്, മറ്റേ സൈഡ് ഇട്ടിട്ടില്ല, എന്നിട്ടും ഒരു വൃത്തികേടൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് നിങ്ങൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഈ വീഡിയോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ക്വസ്റ്റൻസോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കറക്റ്റായിട്ട് പറയുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് യൂസ്ഫുൾ ആവാൻ തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഇതേപോലെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് മാത്രമല്ല, എൻ്റെ ചാനൽ ഒരുപാട് എന്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസും പിന്നെ ഒരുപാട് ആർട്ട് വീഡിയോസ്, അങ്ങനെ ഒരുപാട് അടിപൊളി വീഡിയോസ് എൻ്റെ ചാനലുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസിനെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.